സാക്ഷി പറഞ്ഞവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ ഈ നാളുകളിൽ എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് സംസാരിക്കാൻ വിചാരിക്കുന്നത്. ഞാനത് യെശയ്യാവിൻ്റെ പുസ്തകം 7 ഭാഗമായിട്ട് തിരിച്ച് അത് വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് യെശയ്യാവിൻ്റെ പുസ്തകം. ബൈബിളിൽ 66 പുസ്തകങ്ങളാണ്. അതിൽ 66 അധ്യായമുള്ള ഒറ്റ പുസ്തകമേ ഉള്ളൂ. അത് യെശയ്യാവിൻ്റെ പുസ്തകമാണ്. സാത്താന്റെ വീഴ്ചയും യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ദൈവജനത്തിന്റെ പരാജയം കണ്ടുകൊണ്ട് യെശയ്യാവ് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെശയ്യാവിന്റെ പുസ്തകം 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 മുതൽ 39 വരെ പഴയ നിയമത്തിന്റെ ചിത്രവും 40 മുതൽ 66 വരെ പുതിയ നിയമത്തിന്റെ ചിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് പല ആവർത്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് യെശയ്യാവിന്റെ പുസ്തകം. മാത്രമല്ല, വളരെ രസമുള്ള ഒരു കാര്യം, ഈ യെശയ്യാവിന്റെ പുസ്തകത്തില് 7 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒത്തിരി ഭാഗങ്ങളുണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഹരമായ ചിത്രം അത് ശരിക്കും പഠിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അല്ലേ? നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. കർത്താവിന്റെ ആ വലിയ മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്യമാണ് യെശയ്യാവിന്റെ പുസ്തകത്തില് 9:6 നാം വായിക്കുന്നത്. യെശയ്യാവ് 6 കർത്താവിന്റെ മഹത്വത്തെയാണ് നാം കാണുന്നത്. അതുപോലെ യെശയ്യാവ് 53 വരുമ്പോൾ ക്രൂശ് മരണത്തിന്റെ മനോഹരമായ ചിത്രമാണ്. നമുക്കറിയാം, എത്യോപ്യയിലേക്ക് യാത്ര ചെയ്ത ഷണ്ണൻ രക്ഷിക്കപ്പെട്ടതും യെശയ്യാവിന്റെ പുസ്തകം 53 അന്ന് ചുരുട് വായിച്ചാണ് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഷണ്ണൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. മാത്രമല്ല, യെശയ്യാവിന്റെ പുസ്തകത്തില് ഞാൻ ആദ്യം ഒരു വാക്യം വായിക്കാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഞാൻ ആദ്യം ആ വാക്യം വായിച്ചിട്ട് 1 മുതൽ പെട്ടെന്ന് ചിന്തകൾ പറഞ്ഞ് ഇരിക്കാം എന്ന് വിചാരിക്കാം. എല്ലാവരും ഒന്ന് എടുക്കണം. യെശയ്യാവിന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. ഐശയ്യാ ചാപ്റ്റർ 6 വേഴ്സ് 6, ചാപ്റ്റർ 20 വേഴ്സ് 6. അതിന്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ പ്രത്യാശ ഇങ്ങനെ ആയല്ലോ, ഇനി നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയും. ആ ഒരു സ്ഥിതി അത് വിശദീകരിക്കണമെങ്കിൽ അതിന്റെ മുകളിലത്തെ വാക്യങ്ങളൊക്കെ വിശദീകരിക്കണം. ഇന്നത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിത്യതയിൽ കർത്താവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീരുന്നതിന് മുൻപ് നാം ഇങ്ങനെ ആയിപ്പോയല്ലോ, എങ്ങനെ ഇനി രക്ഷപ്പെടും എന്ന് പറയാൻ ഒരൊറ്റ വ്യക്തിക്ക് പോലും ഇവിടെ ആകരുത്. ഇവിടെ രക്ഷിക്കപ്പെടാത്തവരുണ്ട്, സ്നാനപ്പെടാത്തവരുണ്ട്, ആത്മീകമായി മുൻപോട്ട് വരാത്തവരുണ്ട്. ഡോക്ടർ ഓണന്റെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ക്ലാസ്സുകൾക്ക് വരാത്തവരുണ്ട്, എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും വരാത്തവരുണ്ട്, പ്രാർത്ഥന കൂടി വരുന്നുണ്ട്, സഭയുടെ ചൊവ്വാഴ്ച അതിന് വരാത്തവരുണ്ട്, ഇടദിവസത്തെ യോഗത്തിന് വരാത്തവരുണ്ട്, സുവിശേഷ വേലയ്ക്ക് സഭയുടെ പ്രവർത്തനത്തിനെങ്കിലും പോകാം, അത് പോകാത്തവരുണ്ട്. ഒട്ടേറെ ആത്മീക ശുശ്രൂഷകൾ, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞാനും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സഭയുമായി ബന്ധപ്പെട്ട അനേക ആത്മീക കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ മുൻപോട്ട് പോകുന്ന അനേകര് ഇവിടെ ഇരിപ്പുണ്ട്. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ ഈ വാക്ക് പറയാൻ ഇടയാകരുത്. അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ തന്നെ ഈ വാക്ക് പറയാൻ ഇടയാകരുത്: അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ പ്രത്യാശ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ വിചാരിച്ചത്, ഇത് എങ്ങനെയാണല്ലോ സംഭവിച്ചത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വലിയ പരാജയത്തെയാണ് ആ വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഇരിക്കുന്ന ഒറ്റയാളിന്റെ ജീവിതത്തിലും, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും, ഒരു അവിശ്വാസിയുടെ ജീവിതത്തിലും അങ്ങനെ വരാനിടയാകരുത്. ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് സമയമില്ലല്ലോ. നമുക്കറിയാം, കാലം ചുരുങ്ങിയിരിക്കുകയാണ്, അന്ത്യനാളുകളാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരാൻ പോകുക, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോകുക. ഇത് ദുർഘട സമയമാണ്, ദുർഘട കാലമാണ്. ലോകം കണ്ടിട്ടില്ലാത്ത, ലോകം കേട്ടിട്ടില്ലാത്ത ഒട്ടേറെ സംഭവ
സംഭവങ്ങൾ ഈ ലോകത്തിൽ ഇനി നടക്കാൻ പോകുകയാണ്. അതിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. അന്തിക്രിസ്തു തന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അവൻ വെളിപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. ലോകത്തിന്റെ 5 വൻകരകളിൽ അവൻ വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ ദുഃഖകരമായ കാര്യം, അനേക വിശ്വാസികൾ, അനേക സഹോദരി സഹോദരന്മാർ അവരുടെ ആത്മീയ ജീവിതത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ സഭാ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ 31-ാം തീയതി എന്ത് സാക്ഷ്യമാണ് കഴിഞ്ഞ 31-ാം തീയതി പറഞ്ഞത്? അത് തന്നെയാണ് അടുത്ത വർഷവും പറയാൻ പോകുന്നത്. അത് തന്നെയാണ് ദീർഘവർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസവും ജീവിതത്തിൽ വരുന്നില്ല. ഇവിടെ 31 ക്ലാസുകൾ ഷോണി ബ്രദർ എടുത്തു. വളരെ ശക്തമായ ക്ലാസുകളായിരുന്നു. കർത്താവിനോടുള്ള ഭക്തി എന്നുള്ള ആ വിഷയമായിരുന്നു. കേൾക്കേണ്ട ക്ലാസുകളാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസുകളാണ്. എത്ര പേരാണ് കടന്നു വന്നത്? വളരെ ചുരുക്കം സഹോദരിമാരും വളരെ ചുരുക്കം സഹോദരന്മാരും. ചിലരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നവരുമുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആ കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചത്, നെല്ലിശ്ശേരി ഭവനത്തിലെ ഒരു കൂട്ടം സഹോദരിമാര് അവിടുന്ന് നടന്ന് ദൂരേന്ന് വരുന്നത് കണ്ട് ഞാൻ പലപ്പോഴും സന്തോഷിച്ചിട്ടുണ്ട്. ആ സഹോദരിമാർക്ക് കൊടുത്ത താല്പര്യം, പ്രിയമുള്ളവരെ, അവർ നടന്നു വരികയാണ്. പണ്ടൊക്കെ കൺവെൻഷന് ഈ ശാലയിൽ നിന്ന് അന്നത്തെ കുട്ടികള് നീലയും ഡ്രസ് ഇട്ടിട്ട് നടന്ന് പാട്ടുപാടി കോട്ടയമേ കൺവെൻഷനിൽ പോകുമായിരുന്നു. അവിടെ പനമ്പിലും പായയിലും ഇരിക്കുമായിരുന്നു. ദൈവത്തിന്റെ ദാസന്മാർ ശക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. അനേകരെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ കാലമെല്ലാം കഴിഞ്ഞു. സുഖത്തിന്റെ കാലം, നല്ല വീട്, നല്ല കാറ്, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒന്നില്ല, ഒന്ന് കുറഞ്ഞിരിക്കുന്നു: ദൈവത്തോടുള്ള അടുപ്പം, ദൈവത്തോടുള്ള ഭക്തി. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ആരും ഉത്തരം പറയണ്ട. ഈ യെശയ്യാവിന്റെ പുസ്തകം കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഈ പുതിയ വർഷം യെശയ്യാവിന്റെ പുസ്തകം ഒന്ന് വായിക്കാൻ ശ്രമിച്ച എത്ര പേരുണ്ട്? അത് ധ്യാനിച്ച എത്ര പേരുണ്ട്? നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഒരധ്യായമെങ്കിലും, ഒന്നും വേണ്ട, 6-ാമത്തെ അധ്യായം ആരാധനയുടെ മനോഹരമായ ചിത്രമാണ്. അത് വായിച്ച എത്ര പേരുണ്ട്? അല്ലെങ്കിൽ 12-ാമത്തെ അധ്യായം, യഹോവേ നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുന്നു എന്ന് സാക്ഷിപ്പാൻ ധൈര്യമുള്ള എത്ര സഹോദരന്മാരുണ്ട്? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് പരാതിയല്ലേ ഉള്ളത്? നമുക്ക് പ്രശ്നങ്ങളല്ലേ ഉള്ളത്? ദൈവത്തോടൊന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവത്തോടൊന്ന് പറയുവാൻ, ദൈവത്തോടൊന്ന് ചോദിക്കുവാൻ, കർത്താവിന്റെ മുട്ടുമേൽ നിന്ന് അല്പസമയം വേർതിരിച്ച് ഒന്ന് മൗനമായിരിക്കാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ ഞാനും നിങ്ങളും എത്ര സമയം തെരഞ്ഞെടുക്കാറുണ്ട്? ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശ്വാസികളും വായിച്ചിരിക്കണം, അത് ധ്യാനിച്ചിരിക്കണം, അത് പഠിച്ചിരിക്കണം. കർത്താവിന്റെ ദാസൻ വി സണ്ണിച്ചേട്ടൻ ക്ലാസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വന്നത് കേൾക്കണം. കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച്, കർത്താവിന്റെ വലിപ്പത്തെ കുറിച്ച്, വേദപുസ്തകത്തിലെ ആഴമേറിയ സത്യങ്ങൾ അത് പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കേണ്ടതും അത് ജീവിതത്തിൽ പകർത്തേണ്ടത് ആവശ്യമാണ്. 1-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. അതിന്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കുക. 1-ാമത്തെ അധ്യായം 1-2 വാക്യം പ്ലീസ്. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കീയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ആകാശമേ കേൾക്ക, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്തു. ദൈവം അരുളി ചെയ്യുന്നു, ദൈവം പറയുന്നു. 1, 2. ഞാൻ മക്കളെ പോറ്റി വളർത്തി, ഞാൻ മക്കളെ പോറ്റി വളർത്തി. മക്കളുടെ കാര്യമാ പറയുന്നത്. 2 താഴെ. അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അവർ മത്സരിച്ചിരിക്കുക. തൊട്ട് താഴെ. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. അടുത്ത വാചകം നോക്കിയേ, അടുത്ത വാക്കൊന്ന് നോക്കിയേ. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു ഭാരം. വേദപുസ്തകം നാം പഠിച്ചാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ചില ഭാരങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തില് ദൈവത്തിന്റെ ഹൃദയം തകർന്നു, ദൈവത്തിന്റെ ഹൃദയം നുറുങ്ങി.
അവിടെ ദൈവത്തിന്റെ ഹൃദയം വേദനിച്ചു എന്നാണ് പറയുന്നത്. എന്താ കാരണം? അന്നത്തെ ജനത്തിന്റെ വഷളത്വം കണ്ടുകൊണ്ട് ഈ ജനം ഇങ്ങനെ ആയിപ്പോയോ, വലിയ ന്യായവിധിയാണ് വരാൻ പോകുന്നത്. യോനയോട് പറഞ്ഞു, പെട്ടകം പണയാൻ പറഞ്ഞു. ആ കാലത്ത് ഒരേ ഒരാളെ നീതിമാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ദൈവത്തോടു കൂടെ നടന്ന ഒരേ വ്യക്തി അത് നോഹയാണ്. തന്റെ കുടുംബമാണ് ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാനിടയായത്. അവിടെ നാം കാണുന്നത് പാപം പെരുകിയപ്പോൾ ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുകയാണ്. ഒരു സഹോദരി, ഒരു സഹോദരൻ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പുതിയ നിയമത്തിൽ ശക്തമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതല്ല. തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് ഈ മത്സരിച്ച, ദൈവത്തോട് മറുതലിച്ച, ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ഈ ജനത്തെ കുറിച്ച് പറയാണ്, എന്റെ ജനം, എന്റെ മക്കൾ, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഇതാ എന്റെ ജനം വളരെ പരാജയപ്പെട്ടിരിക്കുക. തൊട്ട് താഴെ ഒരു വാക്യം. പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. തൊട്ട് താഴെ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ദൈവത്തെ ഉപേക്ഷിച്ചു. വഷളായി നടക്കുന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് എന്താ ഉണ്ടായത്? ദൈവത്തെ ഉപേക്ഷിച്ചു. തൊട്ട് താഴെ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധനെ നിരസിച്ചു. തൊട്ട് താഴെ, പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. അവർ പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. മതി, ഇനിയും വായിക്കേണ്ടതാ, പക്ഷെ സമയമില്ല. അവർ പുറകോട്ട് മാറിയിരിക്കുക. എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, എന്തുമാത്രം കർത്താവിനോട് അടുത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്? എത്ര അകലെയാ? ഇത്ര അടുത്താണോ? വളരെ അടുത്താണോ? അകലെയാണോ? എത്ര അകലെയാ? ആ അകലം തെളിയിക്കുന്ന രണ്ട് കാര്യം. ഒന്നാമത് പാപമാണ്. എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് പാപമാണ്. രണ്ട്, ദൈവവചനം ധ്യാനിക്കാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, ആരാധിക്കാതെ, ദൈവത്തിന്റെ സാന്നിധ്യം തിരഞ്ഞെടുക്കാതെ ഒത്തവണക്ക് ജീവിക്കുക, എങ്ങനെയെങ്കിലും ജീവിക്കുക, ഞായറാഴ്ച വരിക, ആരാധിക്കാൻ പോവുക, അത്രേ ഉള്ളൂ. ഒരു സഭ വേണം, മരിച്ചാൽ കുടിച്ചിടാൻ, കല്യാണം നടത്താൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ അത് നടത്താൻ സഭ വേണം. സഭയിലെ മൂപ്പന്മാർ വേണം, ശുശ്രൂഷകന്മാർ വേണം, കാര്യങ്ങൾ നടക്കാൻ. അതാണോ ശരി? അത് മതിയോ? അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതല്ല, എനിക്ക് ദൈവത്തോടുള്ള അടുപ്പം, എനിക്ക് ദൈവസഭയോടുള്ള അടുപ്പം, എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം, എനിക്ക് ദൈവവചനത്തോടുള്ള സ്നേഹം. ഇന്നത്തെ ആരാധന ചിന്തയിൽ മുഴുത്തു നിന്നത് അല്ലെങ്കിൽ മുഴങ്ങി വന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. കരുണയിൽ സമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം വെൽഫ്രഡ് മോൻ അത് ഓർപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആ സ്നേഹം അത് മനസ്സിലാക്കിയാൽ തന്നെ പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. ദൈവത്തിന്റെ വചനം നിരന്തരം ധ്യാനിച്ചാൽ പാപം വിട്ടൊഴിയാൻ അത് വളരെ എളുപ്പമായി തീരും. അതുകൊണ്ട് ദൈവത്തോടുള്ള അടുപ്പം, ഇവിടെ ഇസ്രായേലിന്റെ പരാജയമാണ് നാം കാണുന്നത്. ഒരു കാര്യം ഞാൻ മറക്കാതെ ഓർമ്മിക്കട്ടെ, ഓരോ വിശ്വാസികളും തങ്ങളുടെ പരാജയം തങ്ങൾ മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ പരാജയമല്ല. ഇന്ന് ഞാനും നിങ്ങളും ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ പരാജയം, മൂപ്പന്മാരുടെ പരാജയം, ശുശ്രൂഷകന്മാരുടെ പരാജയം, സുവിശേഷകന്മാരുടെ പരാജയം, നേതൃസ്ഥാനത്ത് നിൽക്കുന്നവര്, ആത്മീയമായി വളരുന്നവര്, പ്രയോജനപ്പെടുന്നവര്, അവരിൽ എന്ത് കുറ്റം? നോ, ബൈബിൾ പറയുന്നു, ഞാൻ എന്റെ കുറ്റം കണ്ടുപിടിക്കണം. രണ്ട് വാക്യങ്ങൾ പറയാം, എന്നിട്ട് വീണ്ടും ഈ ഭാഗത്തേക്ക് വരാം. ഒന്ന്, ഈ യോസേഫിന് വലിയ ടെംപ്റ്റേഷൻ ഉണ്ടായി, പാപത്തിൽ വീഴാൻ സകല സാധ്യതയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായത്തിൽ അവിടെ യോസേഫ് പറഞ്ഞൊരു വാക്യതാണ്. ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ജോഷി ജോൺസ് അവരൻ പാപത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോഴും പറയാൻ സാധ്യതയുണ്ട്. അവിടെ ഞാൻ ദൈവത്തോട് എങ്ങനെ ഈ മഹാപാപം ചെയ്യും? എന്താ ആ വാക്ക് ഉപയോഗിച്ചെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. മഹാദൈവത്തെ അവൻ അറിയാവുന്നതുകൊണ്ട് ആ വാക്ക് അവിടെ ഉപയോഗിച്ചത്. ദൈവാത്മാവ് അങ്ങനെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഞാൻ എങ്ങനെ ദൈവത്തോട് ഈ മഹാപാപം ചെയ്യും? മഹാപാപം ചെയ്തവരെ ഇന്ന് ന്യായീകരിക്കുന്നതും നീതീകരിക്കുന്നതും
എന്റെ മക്കൾ ചെയ്യില്ല, ഞാൻ ചെയ്യില്ല, ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ആരങ്ങനെ ചെയ്യില്ല. നോ 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 നോ. നീ പാപം ചെയ്താൽ, നിന്റെ മക്കൾ പാപം ചെയ്താൽ, പാപത്തിൽ വീണാൽ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനാണ്. തെറ്റ് സമ്മതിക്കാനുള്ള ഒരു മനസ്സ്. ഇവിടെ ജനം പരാജയപ്പെട്ട വേറൊരു പരാജയം അതാണ്. അവരുടെ കുറവുകൾ സമ്മതിക്കാൻ അവർ തയ്യാറല്ല. ദൈവത്തെ വിട്ടതും ദൈവത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതും ദൈവവചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞ് മുന്നോട്ട് പോകുന്ന പമ്പേ പരാജയമുള്ള അവരുടെ ആത്മീക ജീവിതം അത് സമ്മതിക്കാനോ മനം തിരിയാനോ പ്രവാചകൻ സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ ദാസൻ യെശയ്യാ പ്രവാചകൻ ഇടപെടുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ 6 പ്രാവശ്യം നിങ്ങൾ കയ്യോ കഷ്ടമെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം ആളുകൾ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ദൈവം അവരോട് സംസാരിച്ച 7 വാക്യം പെട്ടെന്ന് വായിച്ച് നമുക്കിരിക്കാം. ഒന്നാമത് 66:2, 66-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. ഈ 7 വാക്യം വളരെ ശ്രദ്ധിക്കണം എല്ലാവരും. അത് നോട്ട് ചെയ്താൽ അത്രയും നല്ലത്. അത് വീട്ടിൽ പോയിട്ടൊന്ന് എഴുതിയെടുത്താൽ മതി. 66-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കുക. 2 കാര്യമേ അവിടുന്ന് പറയുള്ളൂ. കുറെ കാര്യം പറയാനുള്ള സമയമില്ല. ഓക്കെ. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. ദൈവം പറയുക, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. കാളെ അവിടെ എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായത്. ദൈവം തന്റെ മഹത്വം, തന്റെ വലിപ്പം അവരെ ഓർപ്പിക്കുക. എന്നിട്ട് പറയാണ്, യഹോവ അരുളി ചെയ്യുന്നു, എന്റെ വചനത്തിൽ എങ്കിലും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനും മനുഷ്യനെ എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ദൈവം എന്ത് ചെയ്യും? കടാക്ഷിക്കും എന്ന് പറയുക. അപ്പൊ ദൈവം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനത്തില് ഒന്ന് വിറയ്ക്കണം. കാരണം ഇവർ ഈ വചനം പുറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിലേക്ക് അവർ മടങ്ങി വരണം, തിരിച്ചു വരണം, അതിൽ വിറയ്ക്കണം. 2-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഭയത്തോടെ, വാക്യം എന്ന് പറഞ്ഞേ, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, അല്ലെ? വിറയലോടെ ഘോഷിച്ച് ലസിപ്പിൻ. ഈ വിറയ്ക്കുന്ന കാര്യം രസമുള്ളൊരു വാക്യം യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്. ദൈവമേഘനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ചോദ്യമാണ് യാക്കോബിന്റെ ലേഖനത്തില്. തൊട്ട് താഴെ എന്താ പറയുന്നതെന്നറിയോ? പിശാചും വിശ്വസിക്കുകയും, അടുത്ത വാക്ക് എന്താണെന്നറിയോ? വിറയ്ക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, പിശാചിന് പോലും വിറയലുണ്ട്. ആർക്ക് വിറയലില്ല? എന്തോ ഒരു പരാജയമാണ്. ടിബി ആൻഡംസിന് വിറയലില്ല. എന്തിനു കൊള്ളാം? പിന്നെ ഈ പിശാചും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുക. ഭയത്തോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു വിശ്വാസി വിറയലോടെ ദൈവത്തെ ആരാധിക്കണം, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കണം. ഈ മർക്കോസിന്റെ സുവിശേഷം എടുക്കണ്ട. അവിടെ ഈ ശിഷ്യന്മാരും സഹോദരിമാരും കർത്താവിനെ കാണാൻ, കല്ലറ കാണാൻ ചെന്നു. അവിടെയും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ അവര് കല്ലറ കണ്ട് എല്ലാം മടങ്ങി വരുമ്പോ അവിടെയും പറയുന്നുണ്ട്, അവര് ഭയപ്പെട്ട് ഇതെല്ലാം തുറന്നു കിടക്കുന്നതും കർത്താവിനെ കാണാത്തതും ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവം അവിടെ പറയുന്നത് വിറയലെന്നാണ്. അവർ ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് മടങ്ങിപ്പോകുകയാണ്. വിറയൽ പെട്ടെന്ന് വരത്തില്ല. ഭയം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, നിൽക്കാൻ പോലും പറ്റത്തില്ല, കൈയും കാലെല്ലാം വിറയ്ക്കും. ആ ഒരു അനുഭവം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ, എന്തുകൊണ്ടാ ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ വാദവും തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്? ഇതില്ല, ഭയവുമില്ല, വിറയലും ഇല്ല. പ്രിയമുള്ളവരെ, വളരെ സൂക്ഷിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവം മുൻപാകെ എനിക്കും നിങ്ങൾക്കും ആവശ്യമത. വചനത്തിങ്കിൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഇനി ഈ വചനത്തിങ്കിൽ വിറയ്ക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. 34:16 എടുത്ത് 34-ാമത്തെ അധ്യായം 34
16, please. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല. ഒന്നും കാണാതിരിക്കുകയില്ല. പിന്നെ ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. ഒന്നിനും ഇടയില്ലാതിരിക്കുകയില്ല. എന്നിട്ട് അതിന്റെ കാരണം തൊട്ട് താഴെ എന്താ പറയുന്നത്? അവന്റെ വായല്ലോ കൽപ്പിച്ചത്. ദൈവത്തിന്റെ വായാണ് കൽപ്പിച്ചത്. ബൈബിള് വായിക്കുമ്പോൾ ഇവിടേക്കുന്ന ഓരോ സഹോദരിമാരും സഹോദരന്മാരും ശ്രദ്ധിക്കേണ്ടത് അതാ. ഇത് ആരുടെ വായ കൽപ്പിച്ചത്? ഇത് ആരുടെ വായ പറഞ്ഞത്? ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം. തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസിനെ പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവ സ്വാസീകമാകയാൽ അല്ലേ? അങ്ങനെയല്ലേ? അത് എന്ത് ചെയ്യണം? അത് ഉപദേശത്തിനും പിന്നെ ശാസനത്തിനും പിന്നെ ഗുണീകരണത്തിനും പ്രയോജനമുള്ളതാ. എല്ലാ തിരുവെഴുത്തും വചനം ദൈവമാണ്. എവിടെയാ? യോഹന്നാൻ 1:1. ഇനി വേറൊരു കാര്യം, അപ്പോസ്തല പ്രവൃത്തി 14:3 പറയുന്നത് അത് കൃപയുടെ വചനമാണ്. ഇന്ന് അനേക വിശ്വാസികൾക്ക് ഈ കൃപ എന്ന് പറയുന്നതേ ഇല്ല. ഒന്ന് ചിരിക്കത്തേ ഇല്ല, ഒന്ന് കൈ കൊടുക്കാനേ മനസ്സില്ല. നോ ഗ്രേസ്. ഇന്നലെ കല്യാണ പ്രസംഗം അവസാനിപ്പിക്കുമ്പോ വെൽഫ്രിഡ് മോളോടും ചോദിച്ചാൽ മതി. അവസാനം ഞാൻ പറഞ്ഞ ആ വാക്ക്, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നെ കാക്കുമാറാകട്ടെ. ഓർമ്മയില്ലേ? പ്രൊട്ടക്ഷൻ, ഡിവൈൻ പ്രൊട്ടക്ഷൻ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ, പീസ്. മൂന്നാമത് എന്താണെന്നറിയോ? യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിനക്ക് കൃപ നൽകട്ടെ. കൊട്ടക്കണക്കിന് കൃപയില്ലാതെ പ്രിയമോനെ നിന്റെ കുടുംബജീവിത പ്രിയമോളെ ഓർത്തിരിക്കണം. മുന്നോട്ട് നയിക്കാൻ സാധ്യമല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും ഓർത്തിരിക്കണം, 2 വിങ്ങുണ്ട്. ഒന്ന് എന്റെ ആത്മീയ ജീവിതം, 2 എന്റെ കുടുംബജീവിതം, 3 ഉണ്ട് സഭാജീവിതം. ഈ 3നും ദൈവകൃപ കൊട്ടക്കണക്കിനില്ലാതെ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാനോ ശോഭിക്കാനോ ഒരിക്കലും സാധ്യമല്ല. ഇംപോസിബിൾ. അതുകൊണ്ടാണ് ഈ കൃപയുടെ വചനം തന്നിരിക്കുന്നത്. ഈ കൃപയുടെ വചനം വായിക്കുമ്പോഴാണ് കൃപ കിട്ടുന്നത്. ഈ കൃപയുടെ വചനം ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ ശ്വാസം അതിനുണ്ട്. അതുകൊണ്ട് അത് എന്നോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ജീവനുണ്ട്. ജീവന്റെ വചനം. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? പത്രോസ് പറയാ, നിത്യജീവന്റെ വചനം ആരുടെ പക്കല? നിന്റെ പക്കൽ. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞാൻ വിശ്വസിച്ച് പറഞ്ഞിരിക്കുന്നു. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 68-69. അതൊന്ന് വായിച്ചാൽ മതി, അവിടെ കാണാം. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? തൊട്ട് താഴത്തെ വാചകം എന്താ മോനെ? ഒന്നുകൂടെ വായിച്ചേ. അവന്റെ ആത്മാവാണ് അത് കൂട്ടി വരുത്തിയത്. പിന്നെ അവൻ അവയ്ക്കായി ചീട്ടിട്ടു, അവന്റെ കൈ അതിനെ. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിന്റെ ആ ത്രിയേകം നിറഞ്ഞു നിൽക്കുന്ന ബൈബിൾ വചനം ജഡമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം. അതുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ അത് ചെയ്യാതിരിക്കുകയും ദൈവത്തിന്റെ ന്യായപ്രമാണം രാത്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവനായിട്ടിരിക്കുന്നത് അട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. ഇനി അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഇന്ന് അനേക വിശ്വാസികൾ ചെയ്യുന്ന കാര്യം സാധിക്കുന്നില്ല. അനേക സുവിശേഷകന്മാര്, അനേക ശുശ്രൂഷകന്മാര്, അനേക ദൈവദാസന്മാര് പല കാര്യങ്ങൾ ചെയ്തിട്ട് സാധിക്കുന്നില്ല. ഒറ്റ കാരണം, ദൈവത്തിന്റെ വചനത്തിന് കൊടുക്കേണ്ട മുഴുവൻ സ്ഥാനം കൊടുക്കാതെ അവർ മുൻപോട്ട് ജീവിക്കുക. അതുകൊണ്ട് എന്താ ഇല്ലാത്തത്? കൃപയില്ല, നിറവില്ല, വചനമില്ല. ശാമിച്ചിട്ട് ഒരു ദിവസം അവിടെ ഇരിക്കുക. ഞാൻ അതിലെ കടന്നുപോയി. ഇങ്ങോട്ട് വാ, ചിമ്മി ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയില്ല, അന്ന് ഞാൻ വചനം പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. എന്നോട് പറഞ്ഞു, പലരുടെയും ശുശ്രൂഷയിൽ, വചന ശുശ്രൂഷയിൽ പതിര് മാത്രം, മണി കുറവാണ്. ഞാന് അത് കേട്ട് പന്തം വിട്ടു. ഒന്നാമത് എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല, പിന്നെ മനസ്സിലായി. നല്ല അരിമണിയുള്ള കതിര് ദൈവത്തിന് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ്, കൃപയിലുള്ള നിറവ്, വിശ്വാസത്തിനുള്ള നിറവ്, വചനത്തിനുള്ള നിറവ്, ജ്ഞാനത്തിനുള്ള നിറവ്, ആത്മാവിനുള്ള നിറവ്.
ഇതെല്ലാം സ്തെഫാനോസിനുണ്ടായിരുന്നു. ശക്തമായ ഒറ്റ പ്രസംഗമേ ചെയ്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 7. പിന്നെ രക്തസാക്ഷിയായി മരിച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് മരിച്ച് നിത്യതയിൽ പ്രവേശിച്ചു. വചനത്തിലുള്ള നിറവ്, വിശ്വാസത്തിലുള്ള നിറവ്, കൃപയിലുള്ള നിറവ്. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 1-ന്റെ അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. അതിന്റെ പ്ലീസ് 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടുന്ന് ഒരു കാര്യം പറയാൻ, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. നിങ്ങൾ മനസ്സ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. ആദ്യം എന്താ ചെയ്യേണ്ടത്? മനസ്സ് വെക്കണം. രണ്ടാമത് എന്താ വേണ്ടത്? കേട്ടനുസരിക്കണം. മൂന്നാമത് എന്താ ഉണ്ടാകുക? നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ ദേശത്തിലെ നന്മ നിങ്ങൾക്കുണ്ടാകും. ഇനി അടുത്ത വാചകം ഒന്ന് വായിച്ചു നോക്കിയ മോനെ. അടുത്ത വാക്യം വായിച്ചേ. മറുത്തു മത്സരിച്ചാൽ പിന്നെ നിങ്ങൾ വാളിനിരയായി തീരും. വാളിന് ഇരയായി തീരും. പ്രിയമുള്ളവരെ, ഒന്നുകിൽ എനിക്ക് ദൈവത്തെ സേവിക്കാം, അല്ലെങ്കിൽ എനിക്ക് മാമോനെ സേവിക്കാം. ലോകം അതിന്റെ സിസ്റ്റം, മൊബൈൽ അതിനെ സഹായിക്കും കേട്ടോ. ഭയങ്കര സഹായമായി മൊബൈൽ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ പുറകെ പോകാൻ, പാപത്തിന്റെ പുറകെ പോകാൻ, തെറ്റിപ്പോകാൻ ഏറ്റവും എളുപ്പമുള്ള സാധനം എല്ലാവർക്കും ഈ ചെറിയ പെട്ടി തന്നിട്ടുണ്ട്, പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കാൻ. അയ്യോ, വളരെ സൂക്ഷിക്കണം. മറുത്ത് മത്സരിച്ചാൽ ഒരു വാള് വരുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ന് ആരും ഒരു വായിച്ചല്ലോ, പിതാവ് തന്ന പാനപാത്രം ചോദിച്ചാലേ അവിടെയല്ലേ വാളെടുക്കുന്നവൻ വാളാൻ അല്ലേ? അവന്റെ വാക്യമുണ്ട്, വാളെടുക്കുന്നവൻ വാളാൻ. വാളെടുക്കരുതെന്ന് മാത്രമല്ല, ദൈവം എനിക്കെതിരെ വാളെടുക്കാൻ ഞാൻ അനുവദിക്കരുത്. മറുത്ത് മത്സരിച്ചാൽ അതുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കാനായിട്ട് സാധിക്കും. 30-15 രണ്ട് വാക്യങ്ങളുണ്ട്, അത് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 30-15 ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം പറയുന്നു. അവിടെ ഈ വചനമാണ്. ദൈവം പറയുന്നു, ദൈവം അരുളി ചെയ്യുന്നു. എന്താ ദൈവം പറഞ്ഞത്? തൊട്ട് താഴെ മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ. നോക്കിയ, മനം തിരിയണം. നേരത്തെ മനസ്സ് വെക്കണം എന്നാ വായിച്ചത്. ഇവിടെ മനം തിരിയണം. 2, മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കണം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എവിടെയാ? എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണല്ലോ, 46:10 അല്ലേ? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയണം. എത്ര സഹോദരിമാരുണ്ട് മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിയുന്ന? എത്ര സഹോദരിമാരുണ്ട്? എത്ര സഹോദരന്മാരുണ്ട്? ഇവിടെ എന്താ പറയുന്നത്? മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക. രണ്ടാമത് തൊട്ട് താഴെ നിങ്ങൾ രക്ഷിക്കപ്പെടും. നീ രക്ഷിക്കപ്പെടും. പിന്നെ വിശ്രമിക്കുന്നതിനും പിന്നെ തൊട്ട് താഴെ ആശ്രയിക്കുന്നതിനാണ് എന്തിരിക്കുന്നത്? നിങ്ങളുടെ ബലം. ദാവീദോ ദൈവത്തിൽ ബലപ്പെട്ടു അല്ലെ? 86-ാം സങ്കീർത്തനത്തിൽ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവിനുള്ള ആശ്രയം, കർത്താവിനുള്ള ബലം. എനിക്കൊരു അനുഭവം ഉണ്ട്, ഞാൻ അതിപ്പോ പറയില്ല, 2 ആഴ്ച കഴിഞ്ഞ് പറയാം. കർത്താവിൽ ബലപ്പെടാൻ ദൈവം നമ്മെ സഹായിക്കും. 40-8 കൂടെ വായിച്ച് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. 40-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം പ്ലീസ്. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക, വിശ്രമിക്കുക, ആശ്രയിക്കുക, അതിലാണ് ബലം. നമ്മുടെ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും. 2 കാര്യം കൂടെ പറയട്ടെ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഞാൻ ദൈവത്തെയും ദൈവവചനത്തെയും കർത്താവിന്റെ സുവിശേഷത്തെ, കർത്താവിന്റെ സഭയെ വട്ടം പിടിക്കുന്നതിന് പകരം ലോകത്തിലുള്ളത് വട്ടം പിടിച്ച് പണവും പ്രതാപവും പേരും അത് വട്ടം പിടിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ ഒരു ദിവസം വരാൻ പോകുക, അതെന്നെ വിട്ടുപോകാൻ പോകുക. ഏതൊരു പക്ഷിയുടെ കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, തിത്തിരി പക്ഷി. അതിന് മുട്ടയിടാത്ത പക്ഷി, അത് ഏതോ ഒരു മുട്ടയുടെ കീഴിൽ അത് വന്നിരിക്കുന്ന ഒരു പക്ഷിയെ കുറിച്ച് പറയുന്നുണ്ട്, ഓർമ്മ വരുന്നില്ല, ഏതൊരു പക്ഷി ബൈബിളിൽ. അങ്ങനെ വരരുത്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, വിട്ടുപോകേണ്ടി വരും.
അത് നമ്മെ വിട്ടുപോകും. നാം അത് വിടൊന്നും വേണ്ട. ഇപ്പൊ വട്ടം പിടിച്ചോ, ഇപ്പൊ കെട്ടിപ്പിടിച്ചോ. ഇപ്പൊ ലോകത്തെയും പണത്തെയും പ്രതാപത്തെയും പേരും പെരുമയും മുറുകെ പിടിച്ചോ. ഒരു ദിവസം അത് നമ്മെ വിട്ടുപോകാൻ പോകുകയാണ്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. തൊട്ട് താഴെ പറയുകയാണ് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. നിലനിൽക്കുന്നതിന്റെ പുറകെ പോവുക, ദൈവത്തിന്റെ പുറകെ പോവുക, വചനത്തിന്റെ പുറകെ പോവുക, സഭയുടെ പുറകെ പോവുക, സഭയുടെ ശുശ്രൂഷയുടെ പുറകെ പോവുക, ആത്മീയ കാര്യങ്ങളുടെ പുറകെ പോവുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.